മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പ്രവാസിയായ ശ്രീ മംഗലത്ത് പ്രകാശ് ഇഞ്ചി നട്ടത്, ഒരു ബോക്സിൽ ഇഞ്ചി നട്ട വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നടീൽ മുതൽ വിളവെടുപ്പ് വരെ ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴദ്ദേഹം ആ ഇഞ്ചി മൊത്തം കിളിച്ചു വന്നതിന് ശേഷം ആദ്യത്തെ വളമിടൽ നടത്താൻ പോവുകയാണ്. ആദ്യമായി വളമിടൽ നടത്തുന്ന എങ്ങനെയാണെന്നും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഹായ് പ്രകാശ്, നമസ്കാരം. അപ്പോൾ താങ്കൾ ഈ നട്ട ഇഞ്ചി പൂർണ്ണമായിട്ടും കിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് താങ്കൾ വളമിടുന്നതെന്നും എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ അറിയാൻ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് താങ്കൾ ഇടുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നും അവ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും കാണിക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബ്ലോഗിൽ എല്ലാവർക്കും നമസ്കാരം. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇഞ്ചി നടുന്നത് കാണിച്ചു. അതെ, ഇഞ്ചി നടുന്നത് നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ലിൽ മുക്കി നട്ടതിൻ്റെ പേരിൽ ഒരു കഷ്ണം ഇഞ്ചി പോലും നമുക്ക് നഷ്ടമായിട്ടില്ല, ഒന്നും പാഴായില്ല. നട്ട മുഴുവൻ ഇഞ്ചി കഷ്ണങ്ങൾ കിളിച്ചു വന്നു. അത് വളരെ സന്തോഷകരമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇതിന് നമ്മൾ ഇപ്പം വളം ചെയ്യേണ്ട സമയമായി. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ടൈപ്പുള്ള വളങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് ആട്ടുംപുഴുക്ക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ അത് ഇടുന്ന വിധമൊക്കെ ഒന്ന് കാണിച്ചാട്ടെ. നമ്മുടെ പ്രേക്ഷകരെ ആട്ടുംപുഴുക്ക ഇടുന്ന വിധങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചാട്ടെ. ആട്ടുംപുഴുക്ക നല്ലൊരു പച്ചില വളമാണ് അല്ലേ? നല്ല പച്ചില വളമാണ്. അപ്പോൾ ഇത്രയും ആട്ടുംപുഴുക്ക ഉണ്ടാകും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും രാസവളങ്ങൾ ചേർക്കുന്നില്ല. രാസവളങ്ങളില്ല, ഇഞ്ചിക്ക് ജൈവവളങ്ങളാണ്. നമ്മൾ ജൈവവളങ്ങൾ മാത്രമാണ് ആട്ടുംപുഴുക്ക അദ്ദേഹം ഇതിലിടുന്നത്. ഇങ്ങനെ അങ്ങോട്ട് ചേറി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് എല്ലായിടത്തും വീഴത്തക്ക രീതിയിൽ അങ്ങോട്ട് ചേറി കൊടുക്കുക. നമ്മൾ ബാക്കി വെക്കണ്ട, അതങ്ങ് മൊത്തം. ആട്ടിൻപുഴുക്ക നല്ലൊരു പച്ചിലവളമാണ്, നല്ലൊരു പച്ചിലവളമാണ് ഇഞ്ചി. ഇഞ്ചിക്ക് വളരെ നല്ലോണം ചേരുന്ന പച്ചിലവളമാണ് ആട്ടിൻപുഴുക്ക. അപ്പോൾ വളരെ നല്ലൊരു വളപ്രയോഗ രീതിയാണ് പ്രവാസി ആയെങ്കിലും ശ്രീ മംഗലത്തെ പ്രകാശ് ചെയ്യുന്നത്. വളരെ നല്ലൊരു. അതിനുശേഷം നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഞാൻ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ വളക്കടയിൽ സുലഭമായിട്ട് കിട്ടും. അപ്പം 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് 40 രൂപയാണ്. അത് വാങ്ങി, അപ്പം അതാണ് അടുത്തതായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ച്, പൊടി അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് ഒന്ന് പൊടിച്ച് ശേഷം ഇട്ട് കൊടുക്കും. അത് വേപ്പന്മാർക്ക് ചെറിയിടുവാണ്. എല്ലാത്തിനും കിട്ടത്തക്ക രീതിയിൽ, എല്ലാ ഇഞ്ചിക്കും കിട്ടത്തക്ക രീതിയിൽ ചെറിയിടണം. ബോക്സ് ആവുന്നേ വളം ഒലിച്ചു പോകത്തില്ല. എത്ര മഴ പെയ്താലും വളം ഒലിച്ചു പോകത്തില്ല. അപ്പം വളം അവിടെ കിടക്കും. അതും മതിയായിരിക്കും. അത്രയും അത് മതി. ബാക്കിയുള്ളത് സൂക്ഷിച്ചാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് ഇടാൻ സാധിക്കും. വേപ്പൻമണ്ണാക്ക് വേപ്പൻമണ്ണാക്ക് ഒരു കീടനാശിനിയാണല്ലോ, വളത്തിൽ വലിയ ഒരു കീടനാശിനിയാണ്. അതെ, ഇഞ്ചിക്ക് കേടുപാടുകളോ രോഗകീടബാധകളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് വളർന്നു വരാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ പിണ്ണാക്കാണ്. ഇത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക്. അപ്പോൾ നമ്മൾ വളക്കടലിൽ കിട്ടത്തില്ല, സാധാരണ മറ്റു കടകളിൽ പലചരക്കടയിൽ നിന്ന് വാങ്ങാം. അതെ അതെ. അതും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ മൊത്തത്തിൽ ചേറി കൊടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ കയറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോഴിട്ട വളങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിവരിച്ചാൽ കൊള്ളായിരുന്നു. ഇപ്പോഴിട്ട വളം നമ്മൾ ആദ്യം ഇട്ടത് ആട്ടിൻപുഴുക്ക്, ആട്ടിൻ കാഷ്ടം ഇട്ടു. ആട്ടിൻ കാഷ്ടം. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഇട്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. മൂന്നാമത് നമ്മുടെ കടലപ്പിണ്ണാക്ക്. സാധാരണ കടകളിൽ നിന്ന് ആട്ടിൻ കാഷ്ടം വിതറി കൊടുത്തു. ആട്ടിൻ കാഷ്ടം ഉദ്ദേശം എത്ര കിലോ ഉണ്ടായിരുന്നു? 1/2 കിലോ ഉണ്ടായിരുന്നു. 1/2 കിലോയോളം. അത് മതി, 1/2 കിലോയോളം ഉണ്ടായിരുന്നു. 1/2 കിലോ ആട്ടിൻ കാഷ്ടം ഉണ്ടായിരുന്നു. കുറെ കാലത്തേക്ക് കാണും. 1/2 കിലോ ആട്ടിൻ കാഷ്ടം. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 200 ഗ്രാമോളം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. അതുപോലെ തന്നെ 200 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് ഇട്ടു. അതാണ് ഇട്ടത്. അപ്പൊ ഇനി എന്താണ് ഇതിന് ശേഷം നമ്മൾ കുറേശ്ശെ കരിയില അല്ലെങ്കിൽ ലേശം മണ്ണിടുന്നതും നന്നായിരിക്കും. അതെ, അല്പം മണ്ണ് വിടും, കരിയിലിടും. കാരണം ഈർപ്പം നിലനിൽക്കണം. ഇഞ്ചിയൊക്കെ ധാരാളം ഈർപ്പം ആവശ്യമാണ്. കാരണം ലേശം എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട്.
അപ്പം കുറച്ച് കരിയില എടുത്തുകൊണ്ട് വരാം. എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ആ കിടക്കുന്ന കരിയില ഇടാമല്ലോ. അത് കരിയില മതി. പിന്നീട് പച്ചില ഇട്ടാൽ മതി. അത് കരിയില നല്ല കരിയിലയാണ്. ആ കരിയില ഇടയ്ക്കോട്ട് ചെറുതായിട്ടൊന്ന് മടക്കി ഇടയ്ക്കോട്ട് കൊള്ളിച്ചാൽ മതി. ഓരോന്നായിട്ട് എടുത്ത് ആ കരിയില ഒന്ന് കൊള്ളിച്ചാൽ മതി. അപ്പോൾ അത് ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ്. ഇവിടെ പൊതുവെ വലിയ വെയിൽ വരത്തില്ല. ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വലിയ കരിയിലാണെങ്കിൽ ഒന്ന് പൊടിച്ച് അതെ അങ്ങിട്ടാൽ അപ്പോൾ അതിമനോഹരമാവുന്നുണ്ട്. ആ ഇഞ്ചിയുടെ കരിയില ഇടുന്നതും ആ വളപ്രയോഗ രീതികളൊക്കെ അതിമനോഹരമാണ്. പൂർണ്ണമായിട്ടും ജൈവവളമാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവവളമാണ്. അതുപോലെ വേപ്പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് ഇതൊക്കെയാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ നല്ല ഇഞ്ചി വിത്തുകളുണ്ടാകും. നല്ല ദൃഢമായിട്ട് വളർന്നു വരും. ധാരാളം ഇഞ്ചി അടുത്ത തവണ വിളവെടുക്കാൻ സാധിക്കും. അതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹം ഏറെക്കുറെയൊക്കെ കരിയില വാരിയിട്ട് കഴിഞ്ഞു. അതെ, മായമില്ലാത്ത നാടൻ ഇഞ്ചിയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. വളരെ നല്ല രസമാണ് കാണാൻ. കാരണം ഇത് വരുമാനം എന്നാലുപരി ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ സന്തോഷം പകരുന്ന ഒരു കൃഷി രീതി കൂടിയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ഒരു സംവിധാനമാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം നമുക്ക് കുറച്ച് ലേശം വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ കാരണം വളത്തിനൊക്കെ ഒരു ലയനം കിട്ടാനും ഈർപ്പം നിലനിർത്താനുമായിട്ട് ഇനി വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. കാരണം മഴയില്ലാത്ത ദിവസങ്ങളിലെല്ലാം വെള്ളം തളിക്കുക അല്ലേ? മഴയില്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇതുപോലെ. അതായിരിക്കും ഇത്രയും പെട്ടെന്ന് ഇഞ്ചി കിളിച്ചു വന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്രയും പെട്ടെന്ന് ഇത് കിളിച്ചു വരേണ്ടതല്ല. കാരണം ആ പരിചരണം നല്ലതായതുകൊണ്ടാണ് ഇഞ്ചി ഇത്ര പെട്ടെന്ന് കിളിച്ചു വന്നത്. നല്ല രീതിയിലാണ് ആ ഇഞ്ചി കിളിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു. അവിടെ പോയി കളി. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. അപ്പം നല്ലതുണ്ട്. നല്ല രസമാണ് ഇപ്പോൾ ഇത് കാണാൻ. കാരണം നമുക്ക് ഇതിന് ചെയ്യേണ്ടത് കുറച്ച് പൂഴി മണലും കൂടെ മണലൂടെ അതിന്റെ മുകളിൽ മണ്ണ് ചേർക്കണം. കാരണം ഇഞ്ചി വിത്ത് നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി അല്പം മണൽ അത് ഇപ്പൊ വേണമെന്നില്ല. അത് പിന്നീട് പിന്നെ ഒരാഴ്ചക്ക് ശേഷം 2 ദിവസത്തിന് ശേഷം മണ്ണ് വെട്ടി ഇടയണം. മണ്ണ് വെട്ടി കല്ലും വേരും ഒക്കെ മാറ്റിയതിനു ശേഷം മണ്ണ് വെട്ടി ഇടഞ്ഞതിന് ശേഷം ഒരല്പം മണ്ണ് ഒന്ന് ചേറി കൊടുക്കാമെങ്കിൽ ഈ കരിയിലയും ഈ വളവും കൂടെ നല്ല രീതിയിൽ ലയിച്ചു ചേർന്ന് ആ ഇഞ്ചിയുടെ വേര് അത് വലിച്ചെടുത്ത് നല്ല ഇഞ്ചി വിത്തുകൾ ഉണ്ടാവുകയും ഉദ്ദേശം എത്ര കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാന്നാണ് താല്പര്യപ്പെടുന്നത്? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 20 കിലോ ഇഞ്ചി കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് കിട്ടും. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ 2 വളമായി. ഇനി 2 വളം കൂടെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ബോക്സ് നിറച്ച് ഇഞ്ചി ആയിരിക്കും. ഈ ബോക്സ് നിറച്ച് ഇഞ്ചി നല്ല തൂക്കമുള്ള ഇഞ്ചി ആവുന്ന 20 കിലോ ഇഞ്ചി വരും. 20 കിലോ ഇഞ്ചി വരും. കാരണം ഞാൻ ഇറങ്ങിയ ബ്ലോഗ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചാക്കിനകത്തുനിന്ന് 10 കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ചാക്കിനെക്കാട്ടിൽ വിസ്തൃതിയുള്ള ഇതിൽ നിന്നും 20 കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനി താങ്കൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അതെ ഇതിപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. താങ്കൾക്ക് ഇത് ചെയ്യാവുന്ന പരിപാടി. ഇത് വീട്ടിലെ ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എടുക്കണ്ട. പകരം കൈകൊണ്ട് തന്നെ ഒന്ന് മാന്തിയിട്ട് ആവശ്യമുള്ള ഇഞ്ചി അടത്തിയെടുക്കാം. ഇഞ്ചി അടത്തിയെടുക്കുന്നതിന് ശേഷം ബാലൻസ് അവിടെ നിർത്തിയിരുന്നില്ല, അതിൽ വീണ്ടും ഇഞ്ചിയാവും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അടത്തിയെടുത്ത് പിന്നെ അടുത്ത മൂടേന്ന് മാത്രമേ പിന്നെ അടുത്താവും. അങ്ങനെ ആവുന്ന ഈ ഒരു ബോക്സിലെ ഇഞ്ചി കൊണ്ട് തന്നെ താങ്കൾക്ക് കുറേ കാലത്തേക്ക് ഇഞ്ചി ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും സംഗതി. കാരണം വീണ്ടും ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു കീടനാശിനിയാണ്. ആ വേപ്പിൻ പിണ്ണാക്ക് ഒരു കാരണവശാലും നിങ്ങൾ മാറ്റരുത്. വേപ്പിൻ പിണ്ണാക്ക് 2 പ്രാവശ്യമെങ്കിലും ഇത് ഇട്ട് കൊടുക്കണം. അതുപോലെ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. വെള്ളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം ഈ നാടൻ ഇഞ്ചി ഇത്തരത്തിൽ വളർത്താൻ താങ്കൾക്ക് കഴിഞ്ഞു. താങ്കൾ പ്രവാസിയായിരുന്നെങ്കിലും ഈ കൃഷിയോടും ഇത്തരത്തിൽ ചെയ്യാനും ഒക്കെ താങ്കൾക്ക് പ്രചോദനമായത് എങ്ങനെയാണ്, എവിടുന്നാണ്? പ്രയോജനം നമ്മളിപ്പം ചുറ്റും കാണുന്ന ഈ കീടനാശിനികൾ ഉപയോഗിച്ച സാധനങ്ങളല്ലയോ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വളർന്ന പച്ചക്കറി, അത് മാരകമായ വിഷം അടിച്ച പച്ചക്കറികളാണ് വരുന്നത്.
അപ്പം അതൊക്കെ നമുക്ക് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ മഞ്ഞൾ ഇപ്പോൾ വരുന്നത്, മഞ്ഞൾ അതിൻ്റെ എസൻസ് എടുത്തിട്ടാണ് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മളതിൻ്റെ വേസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ വീതം ചിലവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല നല്ല കൃഷി സാധനങ്ങൾ, നമുക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രചോദനം. ഞാൻ അതിൽ നിന്നാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാനൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായത്. കറക്റ്റ്. വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണ് ശ്രീ മംഗലത്ത് പ്രകാശ് നമുക്ക് നൽകിയത്. ഈ സുഗന്ധവ്യഞ്ജനമായ മഞ്ഞളുടെ ഇഞ്ചിയുടെയൊക്കെ അതിൻ്റെ ആ യഥാർത്ഥ ഗുണം എടുത്തതിന് ശേഷമുള്ള ആ ചണ്ടി പൊടിച്ചതാണ് പലപ്പോഴും നമുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആലോചന വന്നു ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ വ്യത്യസ്തമായി താങ്കൾ ചെയ്യുന്നതിൽ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ട്. താങ്കൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. കൃഷിയെ സംബന്ധിച്ച ഇത്തരം അറിവുകൾ വീണ്ടും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.